ഹായ് കൂട്ടുകാരെ, നമ്മളെ കൂടൊന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ കോഴിക്കോട് ഇത് പഴയ ഒരു എരുത്തിലായിരുന്നു. കണ്ട ഈ എരുത്തിൽ ചുറ്റും നെറ്റടിച്ച് ചെറിയ രീതിയിൽ കട്ട വെച്ച് പകുതി കെട്ടി നെറ്റടിച്ച് എന്നിട്ട് ഞാൻ കോഴിയെ വളർത്താൻ തുടങ്ങി. ആദ്യമേ കൊച്ചു കൂട്ടിൽ കുറച്ച് കോഴികളെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പട്ടി ശല്യം കാരണം തുറന്നു വിടാനൊക്കത്തില്ല. അങ്ങനെ ഞാനൊരു എരുത്തിൽ ചെറിയൊരു എരുത്തിൽ നെറ്റടിച്ച് കൂടാക്കിയെടുത്തു. എടുത്തിട്ട് പിന്നെ വേണ്ട 2 കമ്പുകൾ വെച്ചിട്ടുണ്ട്. അപ്പം ഈ കോഴികൾ രാത്രി ഇതിനകത്തിരുന്ന് കഷ്ടമിട്ട് തറയിൽ ഈ വിറക് ചീവോടി ഉണ്ടല്ലോ, വിറകിൻ്റെ അത് കൊണ്ടുവന്ന് ഇടുമ്പോഴത്തേക്ക് കോഴികൾ രാത്രി ഇതിനകത്ത് കിടക്കും. രാവിലെ ആകുമ്പോഴത്തേക്ക് വന്നെല്ലാം ചകഞ്ഞ് തൂക്കി കാട്ടമെല്ലാം പല വഴി കൂടെ ഇടും. അപ്പം വലിയ സ്മെല്ലൊന്നുമില്ല. പിന്നെ വേണ്ട ഞാൻ ഒരു പഴയ ഡെസ്ക് ഇരുന്ന് അത് 2 തട്ടാക്കിയിട്ട് തട്ടിൻ്റെ അടിയിൽ പിന്നെ അങ്ങനെ കോഴിക്ക് മുട്ട ഇടുന്നതിനായിട്ടുള്ള ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മുട്ടയിടും. പിന്നെ തീറ്റയ്ക്ക് അതോടെല്ലാം ചകഞ്ഞിട്ടുണ്ട്. കുപ്പിക്കകത്ത് ഇതിനകത്ത് ഇതുപോലെ വേറൊരു കുപ്പിയുടെ ഒരു ഇത് വെച്ചിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് തീറ്റ ഇട്ട് കൊടുക്കും. അപ്പം ഇതിനകത്ത് തീറ്റ വന്ന് കിടക്കും. തീറ്റ ചെയ്യുന്നു. പിന്നെ വെള്ളം നിൽക്കാൻ നമ്മളെ ലിക്വിഡിൻ്റെ കുപ്പി കട്ട് ചെയ്ത് വെള്ളം വയ്ക്കാൻ കെട്ടിയിട്ട് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കും. അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരു ആവശ്യത്തിന് കോഴി കുടിക്കും. പിന്നെ വേസ്റ്റ് പോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഇതിനകത്തിട്ട് കൊടുക്കും. ചില ദിവസങ്ങളിൽ വൈകിട്ട് തുറക്കും. പുറത്ത് പോയി കഴിച്ചിട്ട് കുറച്ച് നേരം ഇതാക്കിയിട്ട് അപ്പം ഞാനൊരു മണ്ണ് ഇടാനായിട്ട് ഒരു ടയർ കിട്ടി, പഴയ ടയർ. അത് കൊണ്ടുവന്ന് ഇതിനകത്ത് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ മണ്ണിനകത്ത് കളിക്കണമല്ലോ കോഴികൾ. അതിന് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഇതിന് മണ്ണ് നിറയ്ക്കണം. ഇത്രയേ ഉള്ളൂ വിശേഷം. അത്യാവശ്യം എൻ്റെ കയ്യിൽ മൊത്തം നാടൻ കോഴികളാണ്. ഞാൻ അട വെച്ച് വിരിച്ച കോഴികളാണ്. കുറച്ച് അടയിരിക്കുന്നു, കുറച്ചെല്ലാം പേടിച്ചതിൻ്റെ അടിയിൽ കയറിയിരിക്കുന്നുണ്ട്. അട വെച്ച് വിരിച്ച കോഴികളാണ്. ഞാൻ കപ്പ കോഴിയൊക്കെ ആദ്യം വളർത്തി. പക്ഷേ കപ്പ കോഴികളൊക്കെ ഒരുപാട് തീറ്റയും വേണം. മുട്ടയിടും, പക്ഷേ തീറ്റയും പിന്നെ ഭയങ്കര കാട്ട ഇടിയിലുമാണ്. പക്ഷേ നാടൻ കോഴി ആകുമ്പോഴത്തേക്ക് ഒരുപാട് തീറ്റയും വേണ്ട. പിന്നെ വീട്ടാവശ്യത്തിന് അത്യാവശ്യം മുട്ട പുറത്ത് വിൽക്കാനൊന്നും ഇല്ല. തീറ്റയൊക്കെ കുറച്ച് മതി. ഞാൻ കോഴിത്തീറ്റയൊന്നും വാങ്ങി കൊടുക്കാറില്ല. അരിയും ഗോതമ്പും കൊടുക്കും. പിന്നെ പോച്ച കൊടുക്കും. പിന്നെ വീട്ടിലെ വേസ്റ്റൊക്കെ കൊടുക്കും. അപ്പം സാധാരണക്കാർക്ക് ഇതുപോലുള്ള ഒരു ഷെഡുണ്ടെങ്കിൽ ഇതുപോലെ വലിയ സ്മെല്ലൊന്നുമില്ല. അതാണ് തൊട്ടടുത്ത് വീടുണ്ട്. വലിയ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കും. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ.